ക്രിസ്തുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യം. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്നതിൻ്റെ വലിയ അനുസ്മരണമാണല്ലോ ഓരോ ക്രിസ്മസ് നാളുകളും. 25 ദിനങ്ങൾ കൊണ്ട് രൂപപ്പെടുത്തേണ്ട പുൽക്കൂടായി നമ്മുടെ ജീവിതവും ഹൃദയവും മാറ്റപ്പെടുമ്പോൾ, ആ ഹൃദയമാകുന്ന പുൽക്കൂട്ടിൽ ലോകരക്ഷകൻ ഇറങ്ങി വസിക്കുമ്പോഴാണ് തിരുപ്പിറവിയുടെ നോമ്പനുഷ്ഠാനങ്ങളും തിരുപ്പിറവിയുടെ സന്തോഷ അനുഭവങ്ങളും അനുഗ്രഹപൂർണമായി തീരുന്നത്. അനുഗ്രഹീതമായ ഒരു നോമ്പിൻ്റെ കാലഘട്ടത്തിലൂടെയാണല്ലോ നാം ഓരോരുത്തരും യാത്ര ചെയ്യുന്നത്. എന്താണ് നോമ്പ് എന്ന് ചോദിച്ചാൽ, ക്രിസ്തുയേശുവിലേക്കുള്ള നാം ഓരോരുത്തരുടെയും ദൂരത്തെ അളക്കുന്ന നാളുകളാണ് നോമ്പ് കാലഘട്ടം. ചില പരുവപ്പെടുത്തലുകൾ നമ്മുടെ ജീവിതത്തിൽ നോമ്പിൻ്റെ അനുഭവത്തിൽ ഉണ്ടാകുമ്പോൾ ക്രിസ്തുവിൻ്റെ മിഴിയായി നമ്മുടെ മിഴി മാറ്റപ്പെടുകയും ക്രിസ്തുവിൻ്റെ മൊഴിയായി നമ്മുടെ മൊഴി മാറ്റപ്പെടുകയും ചെയ്യുന്ന വലിയ അനുഗ്രഹപൂർണമായ യാത്ര. ആ യാത്രയുടെ പാതി പിന്നിട്ട് നിൽക്കുമ്പോൾ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. ഒന്നാമതായി നാം നമ്മോട് തന്നെ ചോദിക്കണം, എനിക്ക് ആരാണ് ക്രിസ്തു? അവിടെ നമുക്ക് ചെന്നെത്തുവാൻ സാധ്യമാകുന്നത് എനിക്ക് പുറത്തുള്ളയാളല്ല ക്രിസ്തു, മറിച്ച് എൻ്റെ ഉള്ളിലെ ഒരു ആന്തരിക സാധ്യതയുടെ പേരാണ് ക്രിസ്തു എന്ന് കണ്ടെത്തുവാൻ സാധ്യമായി തീരും. രണ്ടാമതായി നാം നമ്മോട് തന്നെ ചോദിക്കണം, എനിക്ക് എന്താണ് ക്രിസ്തു? 3 ഘടകങ്ങൾ ചേർന്ന് ഒരാളിൽ രൂപപ്പെടുന്ന അവബോധത്തിൻ്റെ പേരാണ് ക്രിസ്തു. ഒന്നാമത്തെ ഘടകം ധ്യാനം എന്നതാണ്. ധ്യാനം എന്ന വാക്കിന് ആംഗലേയ ഭാഷയിൽ റിട്രീറ്റ് എന്ന പദമാണ് ഉപയോഗിച്ച് കാണുന്നത്. ഈ പദത്തിന് നിഘണ്ടുവ് നൽകുന്ന അർത്ഥതലങ്ങൾ പിൻവാങ്ങുക, തിരിച്ചു പോകുക എന്നൊക്കെയാണ്. ധ്യാനത്തിൻ്റെ ആന്തരിക പൊരുൾ ഈ പദം പൂർണ്ണമായും നാം ഓരോരുത്തരോടും സംവേദിക്കുന്നുണ്ട്. ഓരോ ധ്യാനവും ഒരു തിരിച്ചുവരവിൻ്റെ അനുഭവമാണ് നമ്മൾ ഉളവാക്കേണ്ടത്. ഒരു യാത്രികൻ തൻ്റെ യാത്രയുടെ മടങ്ങിവരവ് സാധ്യമാക്കുന്നത് ഒന്നെങ്കിൽ തൻ്റെ യാത്രയുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുമ്പോഴോ അല്ലെങ്കിൽ താൻ സഞ്ചരിക്കുന്ന പാത തെറ്റാണെന്ന് തിരിച്ചറിയുമ്പോഴോ ആയിരിക്കും. ശരിയായ പാതയിലേക്കുള്ള ഒരാളുടെ തിരിച്ചു നടത്തത്തെ നമുക്ക് ധ്യാനമെന്ന് വിളിക്കാം. അങ്ങനെയെങ്കിൽ നാം ഓരോരുത്തരും ജീവിതത്തിൻ്റെ ഓരോ ഏടുകളും ധ്യാനത്തിലായിരിക്കുന്നവരാണ്. ഒരു പിതാവ് തൻ്റെ കർത്തവ്യങ്ങളെ നിർവഹിക്കുമ്പോൾ, ഒരു മാതാവ് കുടുംബത്തെ ക്രമപ്പെടുത്തുമ്പോൾ, മക്കൾ അനുസരണയോടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുമ്പോഴൊക്കെയും അത് ധ്യാനമായി തീരുന്നുണ്ട്. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് സ്നേഹമെന്നതാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 34-ാം വാക്യം. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിപ്പീൻ. ക്രിസ്തുവിൻ്റെ സ്നേഹം അത് നിസ്വാർത്ഥമായ സ്നേഹമാണ്. അതുകൊണ്ടാണല്ലോ പുതിയ നിയമത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോഴെല്ലാം അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം അഗാപ്പെ എന്നതാണ്. അഗാപ്പെ എന്ന ഗ്രീക്ക് പദത്തിന് ഉപാധികളില്ലാത്ത സ്നേഹം എന്നാണ് അർത്ഥതലം. ഉപാധികളില്ലാത്ത സ്നേഹത്തിൻ്റെ വക്താവായി ക്രിസ്തു മാറ്റപ്പെടുന്നത് കൊണ്ടാണല്ലോ അവൻ മുറിവേൽക്കപ്പെട്ട സൗഖ്യദായകനായി തീരുന്നത്. കർത്താവിനാൽ അനുഗ്രഹീതരെ, ഒന്നും പ്രതീക്ഷിക്കാതെ പരസ്പരം മനസ്സിലാക്കുവാനും സ്നേഹിക്കുവാനും നാം ഓരോരുത്തർക്കും ഇടയായിത്തീരണം. മൂന്നാമത്തെ ഘടകം സഹനമെന്നതാണ്. സഹനമെന്നത് കാൽവറിയുടെ വലിയ അനുഭവമാണ്. സ്വയം ത്യജിക്കുന്ന അനുഭവമാണല്ലോ സഹനം. അപരനു വേണ്ടി നമ്മെ തന്നെ ത്യജിക്കുവാൻ നമുക്ക് സാധ്യമായി തീരണം. ഈ പരിശുദ്ധമായ നോമ്പാചരണവും തിരുപ്പിറവിയുടെ സന്തോഷങ്ങളും നമ്മിൽ ക്രിസ്തുവിനെ രൂപപ്പെടുത്തുന്നതായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഒരു വൃക്ഷം മനുഷ്യനോട് സങ്കടപ്പെടുന്നുണ്ട്. എത്രയോ വർഷങ്ങളായി എത്രയോ ചില്ല വെട്ടി, എത്ര കുരിശുകൾ നിങ്ങൾ ഞങ്ങളിൽ നിന്ന് രൂപപ്പെടുത്തി, എന്നിട്ടും ഇനിയും നിങ്ങളിൽ നിന്നൊരു ക്രിസ്തു ഉണ്ടാകാത്തത് എന്താണ്? ദൈവം അനുഗ്രഹിക്കട്ടെ.